ഇന്ന് നല്ല രീതിയിൽ ഒരു സ്രാവ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പൊതുവേ സ്രാവ് കറി വെക്കുന്ന സമയത്ത് അതിനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. അത് കാരണം പലരും ഇത് കഴിക്കാറില്ല. അങ്ങനെയുള്ളവർക്ക് ഒട്ടും തന്നെ ടേസ്റ്റ് വ്യത്യാസം ഇല്ലാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇങ്ങനെയുള്ള ഫിഷൊക്കെ കറി വെക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്യണം. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ എടുക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഉലുവ, ചെറിയ ഉള്ളി, കുരുമുളക്, ഒരു കപ്പ് തേങ്ങ, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ചെറിയ തീയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. സ്രാവും തെരണ്ടിയൊക്കെ ഇതേ രീതിയിൽ വേണം തയ്യാറാക്കാനായിട്ട്. തലേ ദിവസം തന്നെ തയ്യാറാക്കി വെക്കണം. അന്നേരമാണ് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുന്നത്. ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്യണം. മുഴുവൻ മല്ലി വേണേലും ആഡ് ചെയ്യാവുന്നതാണ്. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ആക്കി എടുക്കണം. ഒരു ചെറിയ ടീസ്പൂൺ പെരുംജീരകം കൂടി ആഡ് ചെയ്യണം. വലിയ ഫിഷ് ആയതുകൊണ്ട് പെരുംജീരകം ആഡ് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടിയുടെ അളവ് വളരെ കുറച്ച് മാത്രമാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. അരഞ്ഞു കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അന്നേരം കുറച്ചുകൂടി ഓയിലൊന്ന് ചേർത്താൽ മതി. കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അന്നേരം പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഫിഷ് നന്നായിട്ട് വൃത്തിയാക്കി മാറ്റി വെക്കണം. ഇതേ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് കിട്ടണം. ഒരു ചട്ടിയിലേക്ക് ഈ അരച്ചു വെച്ച അരപ്പിടുക. എത്രയാണ് ഗ്രേവി വേണ്ടത് അതനുസരിച്ചുള്ള വെള്ളം ചേർക്കേണ്ടതാണ്. ആവശ്യത്തിനുള്ള പുളി ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പും പുളിയൊക്കെ കുറച്ച് മുന്നിട്ട് നിൽക്കണം ഫിഷിന്. ഇതിലേക്ക് ഫിഷ് ആഡ് ചെയ്യുക. കുരുമുളക് പൊടി കുറച്ച് കൂടുതലായിട്ട് വേണം ഇതിൽ ചേർക്കാനായിട്ട്. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ചെറിയ തീയിൽ കുക്ക് ചെയ്യേണ്ടതാണ്. മുകളിൽ എണ്ണ തെളിയുന്ന വരെ കുക്ക് ചെയ്യണം. ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർക്കാവുന്നതാണ്. ഓക്കേ.